നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള വിദേശികളുടെ താമസരേഖ റദ്ദാക്കുന്നു. സർക്കാർ നിർദ്ദേശമനുസരിച്ച് കാലാവധിക്കുള്ളിൽ മടങ്ങി വരാൻ കഴിയാത്തവരുടെ താമസരേഖ കുടിയേറ്റ വിഭാഗം റദ്ദാക്കുകയാണ്. പ്രതിദിനം 185 വിദേശികളുടെ വിസകളാണ് റദ്ദാക്കുന്നതെന്ന് കുവൈറ്റ് മാൻ പവർ പബ്ലിക് അതോറിറ്റി അറിയിച്ചു. അതേസമയം കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ 362 വർക്ക് പെർമിറ്റുകൾ സർക്കാരിന്റെ സുപ്രീം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അംഗീകാരത്തോടെ അനുവദിച്ചു തുടങ്ങി. കോവിഡ് സുപ്രീം കൗൺസിൽ അംഗീകാരത്തോടെ മാത്രമേ വിദേശികൾക്കുള്ള ഏതുതരം വിസയും ഇനി അനുവദിക്കുകയുള്ളൂ. കഴിഞ്ഞ 27 ദിവസങ്ങൾക്കിടയിൽ 9271 വർക്ക് പെർമിറ്റുകൾ റദ്ദാക്കിയതായും 87,490 വർക്ക് പെർമിറ്റുകൾ പുതുക്കി നൽകിയതായും അതോറിറ്റി അറിയിച്ചു. അതേസമയം വിദേശികൾക്ക് പ്രവേശന വിലക്കുണ്ടായിട്ടും കുവൈറ്റിലേക്കുള്ള വിമാനങ്ങളിൽ ഒഴിവില്ല. ഇസ്താംബുൾ, ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളിലെല്ലാം നിശ്ചിത എണ്ണം യാത്രക്കാരുമുണ്ട്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഒരു ദിവസം കുവൈറ്റിലേക്ക് വിമാനത്തിൽ വരുന്നവരുടെ എണ്ണം പരമാവധി 1000-ആയി നിശ്ചയിച്ചിട്ടുമുണ്ട്. അങ്ങനെ കുവൈറ്റ് എയർവേസ് ഒഴികെ വിമാനങ്ങൾക്ക് ഒരു ട്രിപ്പിൽ പരമാവധി 35 യാത്രക്കാർ എന്ന നിയന്ത്രണവും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 7 മുതൽ 2 ആഴ്ചത്തേക്കാണ് കുവൈറ്റിലേക്ക് വിദേശികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാലാവധിക്ക് ശേഷമുള്ള ദിവസങ്ങളിലും ടിക്കറ്റിന് ക്ഷാമമുള്ളതായാണ് റിപ്പോർട്ട്. വിലക്ക് കാലം കഴിഞ്ഞ് 2 ആഴ്ചത്തേക്ക് ടിക്കറ്റ് വിറ്റ് തീർന്നതായാണ് ട്രാവൽ വൃത്തങ്ങൾ അറിയിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.